ബെൻസുകാർ വന്നോണ്ടിരിക്കുന്ന ബെൻസുകാരില് ഞാൻ പിന്നെ വിളിക്കാം. എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം സാർ. തുടങ്ങാം, ഞാൻ റെഡി. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? അപ്പൊ ലൈറ്റപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. ലൈറ്റപ്പ് ചെയ്തോളൂ. ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ തന്നെ വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഫോട്ടോ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കണ ഈ പാപ്പത്തി ഇത്തിരി ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയിലൂടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ല ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതും കൂടി ഇല്ല. എന്നെ ആ പാപ്പച്ച തള്ളി മാറ്റി. മ്യൂസിക് കേൾക്കാം. നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി. ഏതോ തുറ നാടകമാണ്. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. എല്ലാത്തിനും ഒരു കലാകാരന്റെ കലവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാണ്. പക്ഷെ ഇറ്റാലിയൻ മാർബിളിൽ നോക്കി എന്തായിട്ടോ വില. ഫർണിച്ചർ മൊത്തം ഫ്രാൻസിൽ നിന്നാണ്. ഷാങ്ലിയർ തായ്ലൻഡ്, എല്ലാം തീ പിടിച്ച് വിലയാ. ഷൂട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, പടവിലേക്ക് കയറുന്നു. അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. സോപ്പ് ഇങ്ങനെ തേക്കുക, എന്നിട്ട് പറയുന്നു എന്റെ മേനിയറിന്റെ രഹസ്യം പരിമള സോപ്പ്. അപ്പൊ ഏത് ഷോട്ടാണ് ആദ്യം? നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം.